നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയിലെ നടപടികൾ ഇന്ന് അടച്ചിട്ട കോടതി മുറിയിൽ. ഹൈക്കോടതി രജിസ്ട്രാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. നാളെ രാവിലെ ദേവസ്വം ബെഞ്ചിൽ ആദ്യ കേസായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പരിഗണിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണവും കട്ടിലപ്പാളയിലെ സ്വർണ്ണമോഷണവും 2 കേസുകളായാണ് രജിസ്റ്റർ ചെയ്തത്. 2 കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഒന്നാം പ്രതി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ 9 പേരെയാണ് പ്രതി ചേർത്തത്. കട്ടിലപ്പാളയിലെ സ്വർണ്ണമോഷണത്തിൽ 8 പേരാണ് പ്രതികൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൽപേഷ് 2019 ദേവസ്വം കമ്മീഷൻ എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന 2019 തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി എന്നിങ്ങനെയായിരുന്നു പ്രതികൾ. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. കേസിൽ ഒക്ടോബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 10 മണിക്കൂറോളം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത് കൽപേഷ് അടക്കമുള്ള കർണാടക സംഘത്തിന്റെ നേതൃത്വത്തിൽ ബംഗളൂരിലാണ് എന്നും അതിൽ മലയാളികളായ ചിലർക്ക് പങ്കുണ്ട് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്കു വേണ്ടി സന്നിധാനത്തിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങിയതും ഇത് ബംഗളൂരിലേക്ക് കൊണ്ടുപോയതും ഇയാളായിരുന്നു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലും അനന്ത സുബ്രഹ്മണ്യന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്.